ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ അതായത് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് അല്ലെങ്കിൽ ഓടിൻ്റെ വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടാവുന്ന രീതിയിൽ ഏത് ഏരിയയിലാണ് നമുക്ക് ടാങ്ക് വയ്ക്കാവുന്ന ഡീറ്റെയിൽസ് വീഡിയോ വയ്ക്കുക, അതിൻ്റെ കണക്ഷൻസൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രഷർ പമ്പ് കാര്യങ്ങളൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ASTM പൈപ്പുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ASTM യൂസ് ചെയ്യണമെന്നില്ല, അത്യാവശ്യം പൈസ വരുന്ന പൈപ്പാണ് ASTM. CPVC പൈപ്പ് ആണെങ്കിൽ നോർമൽ അത്യാവശ്യം പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന ഗേജ് കൂടിയ പൈപ്പുകളാണെങ്കിൽ നമ്മൾ ഈ നോർമൽ ലെവലിൽ ഉപയോഗിച്ചാൽ മതി. ഒരു 6 kg ഒക്കെ വാട്ടറിൻ്റെ ഔട്ട് പോകുന്ന 2 ഇഞ്ച് പൈപ്പൊക്കെ യൂസ് ചെയ്താലും മതി. അപ്പോൾ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ASTM പൈപ്പാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രഷർ ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രഷർ പമ്പ് എങ്ങനെ കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാമെന്നുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡ് കാര്യങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ അത്യാവശ്യം നമ്മൾ ഈ കോടി ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ മേൽക്കൂര കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഹൈറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ആയിരിക്കും. ആ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ ഈ ടാങ്ക് നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടുന്ന ഏരിയ എന്ന് വെച്ചാൽ സെൻറ്ററിലാണ്. അപ്പോൾ ആ സെൻറ്ററിലേക്ക് നമ്മളൊരു സ്റ്റാൻഡ് കാര്യങ്ങൾ വെച്ച് ആ ടാങ്ക് അതിലേക്ക് സെറ്റ് ചെയ്ത് നന്നായിട്ട് വെൽഡ് ചെയ്ത് കാര്യങ്ങൾ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പൈപ്പുകളെല്ലാം തന്നെ ഇന്നും ഔട്ടും കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇന്നെന്ന് പറയുന്നത് 1 ഇഞ്ച് പൈപ്പ് നമ്മുടെ മോട്ടറിൽ നിന്ന് നേരെ പൈപ്പ്, ഈ മോട്ടറിൽ നിന്ന് വരുന്ന ഔട്ട് വരുന്ന പൈപ്പ് നേരെ ഇതിലേക്ക് ടാങ്ക് നിറയാൻ വേണ്ടി കൊടുക്കുന്ന 1 ഇഞ്ച് പൈപ്പ്. പിന്നെ ഒരു ഓവർഫ്ലോന് വേണ്ടി ഒരു പൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ 2 ഇഞ്ച് പൈപ്പാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ആ പൈപ്പ്, അതായത് ഈ പൈപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ വേസ്റ്റ് ലൈൻ പോകുന്നതാണ്. അത് ഈ സ്റ്റീൽ ടാങ്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും താഴെയായിട്ട് അതിൻ്റെ വേസ്റ്റ്, അതായത് നല്ല തെളിഞ്ഞ വെള്ളം കാര്യങ്ങളൊക്കെ വേസ്റ്റ് വെള്ളം അടിഞ്ഞു കൂടുന്ന ഊറിലൊക്കെ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടും ടാങ്ക് കഴുകി ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടും ആ പൈപ്പ് സെപ്പറേറ്റ് കൊടുത്ത് ഒരു വാൽവും കൊടുത്തിട്ടുണ്ട്. ആ വാൽവ് നേരെ കണക്ട് ചെയ്ത് ഓവർഫ്ലോ പൈപ്പിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓവർഫ്ലോയിലേക്ക് ആ താഴെ കിടക്കുന്ന ചെളി ഊറിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഔട്ടായി പോകും. ഒരിക്കലും പൈപ്പിലേക്ക് ഇറങ്ങില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ PVCയുടെയും ടാങ്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതിന് 2 ഇഞ്ച് ഔട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ കയറിയിരിക്കുന്നത് മോട്ടറിൻ്റെ ഇന്ന് വരുന്നുണ്ട്. പിന്നെ അതിന് ഓവർഫ്ലോ പൈപ്പ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ഈ 2 ഇഞ്ച് പൈപ്പാണ് ഔട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് 2 ഇഞ്ച് പൈപ്പ് തന്നെ നമ്മൾ മിനിമം ഇടണം, നല്ലതാണ്. കാരണം വേറൊന്നുമല്ല, 2 or 3 ബാത്റൂം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കിച്ചണിലൊക്കെ കാലത്ത് രാവിലെയൊക്കെ 2 or 3 ബാത്റൂമുകൾ 2 ബാത്റൂം ഒന്നിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്ലോയിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്, പ്രഷറിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി 2 ഇഞ്ച് പൈപ്പ് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പ്രഷർ ലൈൻ പൈപ്പ് കൊടുത്തിരിക്കുന്നത് ആ 2 ഇഞ്ച് പൈപ്പിന് ബൈപ്പാസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് പ്രഷർ പമ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബൈപ്പാസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു വാൽവ് കൂടി കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാൽവ് ക്ലോസ് ചെയ്തിടും, അതായത് ബൈപ്പാസ് ചെയ്ത് പോകുന്ന വാൽവ് ക്ലോസ് ചെയ്തിടും നോൺ റിട്ടേൺ വാൽവ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പ്രഷർ പമ്പിൻ്റെ പൈപ്പിലൂടെയാണ്, പ്രഷർ പമ്പ് വഴിയാണ് നമ്മൾ പൈപ്പ് ഇറങ്ങിപ്പോകുന്നത്, വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ടാപ്പ് തുറക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ ലൈൻ വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഹൈ പ്രഷർ നമുക്ക് എല്ലാ പൈപ്പിലും കിട്ടുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം പ്രഷർ ലൈനെ കുറിച്ചിട്ട് മാക്സിമം അത്ര ഹൈറ്റിൽ എവിടെ കൊടുക്കാമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഈ പറയുന്ന പ്രഷർ പമ്പ് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് ഒരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.